കൂട്ടുകാരെ നമസ്കാരം. കൂട്ടുകാരെ, എൻ്റെ ലൈവിലേക്ക് സ്വാഗതം. ഹരേ കൃഷ്ണ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, നിങ്ങൾ ഒരുപാട് നാളായിട്ട് ഒരു മറുപടിക്കായിട്ട് കാത്തിരിക്കുകയാണോ എങ്കിൽ മാലാഖമാർ എന്താണ് നിങ്ങളോട് ഈ ഒരു സമയത്ത് പറയുന്നത് നോക്കാം. ഒരു ഏഞ്ചൽ ഗൈഡൻസ് ആണ് ഇന്ന് നോക്കുന്നത്. തീർച്ചയായിട്ടും എൻ്റെ ചാനൽ ഇതുവരെ കൂട്ടാക്കാത്ത കൂട്ടുകാരൊക്കെ എൻ്റെ ചാനലൊന്ന് കൂട്ടാക്കുക. എൻ്റെ ചാനലിലെ വീഡിയോസ് ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക്, സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ചെയ്യുക. തീർച്ചയായിട്ടും എല്ലാവർക്കും വേണ്ടി നമുക്കൊരു കാർഡ് എടുക്കാം. ഇന്ന് എന്താണ് നിങ്ങളോട് മാലാഖമാർ പറയുന്നത്, നിങ്ങളുടെ സിറ്റുവേഷനിൽ എന്താണ് മാലാഖമാർ നിങ്ങൾക്ക് തരുന്ന ഒരു ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. നമുക്കൊരു കാർഡ് എടുത്ത് നോക്കാം. തീർച്ചയായിട്ടും ഒരു കാർഡ് എടുത്ത് നോക്കാം. തീർച്ചയായിട്ടും എടുക്കാം. അപ്പോൾ ഒരു കാർഡ് വെച്ചുള്ള റീഡിംഗ് ആണിത്, ഒരു സിംഗിൾ കാർഡ് വെച്ചുള്ള റീഡിംഗ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നോക്കാം നിങ്ങളോട് എന്താണ് മാലാഖമാർ ഈ ഒരു സമയത്ത് പറയുന്നത് നോക്കാം. നമുക്ക് എന്താണ് നിങ്ങൾക്കുള്ള ഈ ഒരു സമയത്തുള്ള ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നിങ്ങൾക്കായിട്ടുള്ള ഗൈഡൻസ് എടുക്കാം. എന്താണ് നിങ്ങൾക്കായിട്ട് ഈ ഒരു സമയത്ത് ഡിവൈൻ പറയുന്നത് നോക്കാം. മാലാഖമാർ നിങ്ങളോട് എന്താണ് പറയുന്നത് നോക്കാം. നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇന്ന് നിങ്ങൾക്കായിട്ടുള്ള ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്ന് നിങ്ങളോട് മാലാഖമാർ പറയുന്നത് ഇങ്ങനെയാണ്. ലുക്ക് ഫോർ എ സൈൻ എന്ന് പറഞ്ഞൊരു കാർഡാണ് വന്നത്. ഈ ഒരു കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാർഡാണ്. മാലാഖമാർ നിങ്ങളോട് ഇത് ഇങ്ങനെയാണ് പറയുന്നത്. അതായത് നിങ്ങൾക്ക് ചുറ്റുമുള്ള അടയാളങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു തുടങ്ങാനാണ് യൂണിവേഴ്സ് പറയുന്നത് ഈ ഒരു സമയത്ത്. ചിലപ്പോൾ നമ്മളൊരു തീരുമാനമെടുക്കുമ്പോൾ വിഷമിക്കുമ്പോഴായിരിക്കും ഈ കാർഡ് കാണുന്നത്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നുണ്ട് ഒരുപാട് പേര് വളരെ പ്രയാസപ്പെട്ടിരിക്കുമ്പോഴായിരിക്കും ഈ ഒരു കാർഡ് കാണുന്നത്. തീർച്ചയായിട്ടും എന്താണ് അവർക്കൊക്കെയുള്ളൊരു മറുപടിയാണ് ഈ ഒരു കാർഡ്. നമ്മൾ ഒരുപാട് നാൾ ഒരു കാര്യത്തിന് വേണ്ടി വിഷമിച്ച് ആ കാര്യം നടക്കാതെയൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും തളർന്നു പോകും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഈ ഒരു കാർഡ് ഞാൻ എടുത്തത്. ചിലപ്പോൾ എന്താണ് നമുക്ക് ഒരു തീരുമാനമെടുക്കുമ്പോൾ വിഷമിക്കുമ്പോഴൊക്കെ ആയിരിക്കും നമ്മൾ ഈ ഒരു കാർഡ് കാണുന്നത്. ഇതിൻ്റെ അർത്ഥം ദൈവം അല്ലെങ്കിൽ പ്രപഞ്ചം നിങ്ങൾക്കൊരു സൂചന നൽകാൻ പോകുന്നു എന്നതാണ്. തീർച്ചയായിട്ടും ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ എന്താണ് പ്രപഞ്ചശക്തി നിങ്ങളോടൊരു സൂചന, അല്ലെങ്കിൽ ദൈവം നിങ്ങൾക്കായിട്ട് ഒരു സൂചന നൽകുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതെങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് നമുക്ക് നോക്കാം. പല രീതിയിലായിരിക്കാം അത് സൂചന നൽകുന്ന പ്രപഞ്ചങ്ങൾ. തീർച്ചയായിട്ടും പ്രപഞ്ചശക്തി അഥവാ ദൈവം നമുക്ക് എന്താണ് അതെങ്ങനെയാണ് സൂചന തരുന്നത് നമുക്ക് നോക്കാം. പല വഴിയിൽ കൂടെ ഒരു സൂചനകൾ തരുന്നേക്കാം. ഒന്നാമത്തേതായിട്ട് ആവർത്തിച്ച് കാണുന്ന നിങ്ങളൊരു ഏഞ്ചൽ ഗൈഡൻസ്, ഏഞ്ചൽ നമ്പേഴ്സൊക്കെ ആവർത്തിച്ച് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അതായത് ഇതൊരു സൂചനയായിട്ട് കരുതാം. അതായത് 11, 111, 222, 11, 11, 12, 12, 111, 222 തുടങ്ങിയ അക്കങ്ങളൊക്കെ നിങ്ങൾ സ്ഥിരമായിട്ട് കാണാൻ തുടങ്ങുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊക്കെ ഒരു സൂചനയായിട്ട് കണക്കാക്കാം. അതുപോലെ നിങ്ങളിലേക്ക് അപ്രതീക്ഷിതമായി വെള്ളത്തൂവലുകളൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുകയാണെങ്കിൽ, നിങ്ങൾ കാണാനിടയായാൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വന്നെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതും ഒരു സൂചനയായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മുടെ